بك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي دائما أبدا على حبيبك خير كلهم चमक तुझसे पाते हैं सब पाने वाले मेरा दिल भी चमका दे चमकाने वाले हबीबे खुदा का नजारा करूं मैं हबीबे खुदा का नजारा करूं मैं दिलों जाने उन पे नजारा करूं मैं दिलों जाने उन पे नजारा करूं मैं बोध दर इंजील नामे मुस्तफा बोध दर इंजील नामे मुस्तफा आनसर से अंबरे बहरे सफा मुत्त माणिक्यमाണെന്റെ ത്വാഹ ഇഷ്കിൻ പാലാടിയാണെന്റെ റാഹ മുത്ത് മാണിക്യമാണെന്റെ ത്വാഹ ഇഷ്കിൻ പാലാടിയാണെന്റെ റാഹ സൽഗുണ സാന്ത്വന പ്രകാശം സുമധുര ഭാസുര പ്രദീപം മദനി മഹിതമീ വസന്തം മഹിമാ പൂക്കും മധുരിതം സൽഗുണ സാന്ത്വന പ്രകാശം സുമധുര ഭാസുര പ്രദീപം മദനി മഹിതമീ വസന്തം മഹിമാ പൂക്കും മധുരിതം മുത്ത് മാണിക്യമാണെന്റെ ത്വാഹ ഇഷ്കിൻ പാലാടിയാണെന്റെ റാഹ Spurting light of Medina, charming songs of Medina, catching depth of Medina, Medina. Spurting light of Medina, charming songs of Medina, catching depth of Medina, Medina. സ്നേഹ ബഹുമാനാദരവുമായി നിറഞ്ഞ ആദരണീയരായ പണ്ഡിതന്മാരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മുത്തവലിയും സുഹൃത്തുക്കളെ, നല്ലവരായ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാധുക്കളായ നമ്മുടെ ഈ സംഗമം അവൻ്റെ നല്ല ഒരു സംഗമമായി നമ്മൾ ഇന്ന് കബൂലാക്കുമാറാകട്ടെ. ഈ രാത്രി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മവാപ്പമാർ, ഉസ്താദുമാർ, ഭാര്യ, മക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, സഹപാഠി സുഹൃത്തുക്കൾ, സഹകാരികൾ, ഭക്ഷണം തന്നവർ, ദുആ വസിയത്ത് ചെയ്തവർ, നമ്മുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഗമങ്ങളെയും സഹായിക്കുന്നവർ, നമ്മുടെ മജ്‌ലിസുകളിൽ ഒരുമിച്ച് കൂടുന്നവർ, നമ്മൾ മജ്‌ലിസുകളിൽ ചോദിക്കുമ്പോൾ നൽകുന്നവർ, നൽകിയവർ, ഇന്നുവരെ ഏതെല്ലാം സദസ്സിൽ പോയപ്പോൾ ആരോടെല്ലാം എന്തൊക്കെ ചോദിച്ചപ്പോൾ ആരൊക്കെ എവിടെയൊക്കെ വെച്ച് എന്തൊക്കെ നൽകിയോ അവർക്കൊക്കെ നാളെ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് താജ്ദാറെ മദീന മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നിച്ചു സ്വർഗീയ ആരാമത്തിൽ സംഗമിക്കുവാൻ അല്ലാഹു ഈ സംഗമം ഒരു നിദാനമായി, ഒരു കാരണമായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരുടെ ഖബറുകളെ അല്ലാഹു സ്വർഗമാക്കുമാറാകട്ടെ. നേരം പോക്കിനു വേണ്ടി നമ്മുടെ ഈ സദസ്സ് അവരുടെ ഖബറുകളിൽ അല്ലാഹു കാണിച്ച് അവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശേഷിച്ച് കഴിഞ്ഞ ഈ സിറാജുൽ ഹുദ പേരെങ്ങനെയല്ലേ, സിറാജുൽ ഹുദ യൂത്ത് അസോസിയേഷനിലെ സജീവ പ്രവർത്തകനായിരുന്നു ഫാറൂഖ് ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അല്ലാഹു ഫാറൂഖിന്റെ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ആ കൂട്ടുകാരൻ ഖബറിൽ കിടന്ന് ഈ സദസ്സ് കണ്ട് സന്തോഷിക്കുമാറാകട്ടെ. നമുക്കൊക്കെ അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ കുറെ കസേരകൾ ഇങ്ങനെ ഫില്ലപ്പ് ആവാൻ ബാക്കിയുണ്ട്. കസേര ഫ്രീ ആയിട്ടാണോ അവിടെ കിട്ടുന്നത്? കസേരക്ക് വാടക ഉണ്ടോ? ഉണ്ടോ? ഈ കസേര ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടേക്കാൻ പാടില്ല. അതായത് നിങ്ങൾ എല്ലാവരും ഇരിക്കുന്ന കസേരകൾ കുറച്ചുകൂടെ ഒന്ന് ഫ്രണ്ടിലോട്ട് വന്നേ. നിങ്ങൾ ഒരുപാട് അകലെയായിരിക്കുന്നതെന്ന് എനിക്കിങ്ങനെ തോന്നാണ്. അതെനിക്ക് വെറും തോന്നലാണോ അതോ റിയലി അങ്ങനെ തന്നെയാണോ എന്നറിയാൻ വയ്യ. ആ ചെറുപ്പക്കാരും കുട്ടികളും ഒക്കെ, പ്രായമുള്ള ഉപ്പമാരവിടെ തന്നെ ഇരുന്നാൽ മതി. ബാക്കിയുള്ള എല്ലാവരും കുറച്ചുകൂടെ ഒന്ന് ഫ്രണ്ടിലോട്ട് വന്നു. നല്ല ഒരു സദസ്സിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. വരൂന്ന് കണ്ട കുറെ ആൾക്കാർ ഇത് കേട്ടിട്ട് കേൾക്കാത്ത മാതിരി അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുന്നുണ്ടോ? കുറെ ആൾക്കാർ ഞങ്ങളിതൊന്നും കേട്ടിട്ടില്ല എന്ന മട്ടിലാണ്. കുറെ ചെറുപ്പക്കാരും ബാലക്കാരും ഇത് കേട്ടപ്പോ പ്രായമുള്ള ആളുകൾ ഫസ്റ്റിലെ തന്നെ കസേര എടുത്തിങ്ങ് പോകുന്നു. പക്ഷെ ഇപ്പോഴും അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. കുറെ കസേരകൾ ഇങ്ങനെ ഫ്രണ്ടിൽ ഒഴിവായി കിടക്കുകയാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ ഈ മോണിറ്ററെ കുറച്ചൊന്ന് കുറച്ച് വയ്ക്കണം. ഔട്ട് കുറച്ചുകൂടെ ഓപ്പൺ ആക്കണം. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭൂമി ലോകത്ത് 2 സ്വർഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. എത്ര സ്വർഗമുണ്ടെന്ന് പറഞ്ഞു? എത്ര സ്വർഗമുണ്ടെന്ന് പറഞ്ഞു? 2 സ്വർഗമുണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ സ്വർഗം ഏതാണെന്ന് അറിയുമോ? ഏതാണ് ഒന്നാമത്തെ സ്വർഗം? ഏതാണ്? ഭൂമി ലോകത്തെ ഒന്നാമത്തെ സ്വർഗമേതാണ്? പറയ്, ചൊല്ലു. കേൾത്തുണ്ടാ? ഭൂമി ലോകത്തെ ഒന്നാമത്തെ സ്വർഗം ഏതാണ്? അല്ല, ഭൂമി ലോകത്ത് ഒന്നാമതൊരു സ്വർഗമുണ്ട്. ആ സ്വർഗം എവിടെയാണെന്നറിയുമോ? മദീന, 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 മദീന. എവിടെയാണ്? ഒന്ന് പാടിക്കേ. നമ്മൾ ഇവിടെ വന്ന് ഇന്ന് മുത്തുനബിയുടെ മജ്‌ലിസാണ്. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഏതെങ്കിലും ഒക്കെ ഒരു പൊളിറ്റിക്കൽ ലീഡറുടെ സ്റ്റേജിലേക്കല്ല. അകലെ നിൽക്കുന്ന ചെറുപ്പക്കാരൊക്കെ അടുത്തു വരണം. നമ്മള് വേറെ ഒന്നും ഇന്ന് മുത്തുനബിയെ പറ്റി മാത്രമേ പറയുള്ളൂ. മുത്തുനബിയുടെ മജ്‌ലിസാണ് ഈ മജ്‌ലിസ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ചൊല്ലിക്കേ. മുത്തുനബിയുടെ നാട് ഏതാണ്? മദീന. മദീന മദീന ഇഷ്ടമല്ലാത്തവരാരാ? മദീനയെ മുഅ്മിനായ മനുഷ്യൻ ഇഷ്ടപ്പെടണം. മദീനയെ മുഅ്മിനായ മനുഷ്യൻ പ്രണയിക്കണം. അമേരിക്കയെ പ്രണയിച്ചാൽ, ഓസ്ട്രേലിയയെ പ്രണയിച്ചാൽ, സഹോദരങ്ങളെ ലണ്ടനെയോ ജർമ്മനിയെയോ ജപ്പാനെയോ ഫ്രാൻസിനെയോ പ്രണയിച്ചാൽ നിങ്ങൾക്കൊന്നും കിട്ടില്ല. എന്നാൽ നിങ്ങൾ മദീനയെ പ്രണയിച്ചാൽ, മദീനയിലെ രാജാവിന് നിങ്ങൾക്ക് കിട്ടും.
അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചൊല്ലിയേ, മദീന 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 മദീന. എല്ലാരും ചെല്ലുന്നില്ല. ചില ആൾക്കാർക്ക് ചെല്ലാനൊരു നാണക്കേട് പോലെ, ഷെയിം പോലെ. നാണക്കേട് എന്തോ നിങ്ങളുടെ ഭാഷ പറയുന്നേ? ചങ്ങലെ. ചങ്ങല എന്ന് പറഞ്ഞാൽ ഈ കെട്ടിയിടുന്ന ആനയൊക്കെ കെട്ടിയിടുന്ന സാധനത്തിന് വരെ ചങ്ങല. ചെയിൻ. നാണക്കേട്. ചങ്ക. ചങ്ക ഉണ്ടാ. ചങ്ക ഉണ്ടാരാ. എത്ര ആൾക്കാർ സഹോദരങ്ങളെ, ചങ്ക എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. മുത്ത് നബിയെ വേണമെങ്കിൽ നിങ്ങൾ ചെല്ലുക, നല്ലൊരു സന്തോഷം ഉണ്ടാവട്ടെ. മദീനയെ ഇഷ്ടപ്പെടാത്തവരാരും എന്റെ സദസ്സിലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ആവേശത്തോടെ റാഹത്തായിട്ടൊന്ന് ചെല്ലിയേ, ഈ സദസ്സ് റാഹത്താവട്ടെ. മദീന 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 മദീന. ആ മദീനയാണ് ലോകത്തെ നമ്പർ 1 സ്വർഗം. മാ ബൈന ഖബരി വ മിംബരി റൗദത്തും മിൻ റിയാലിൽ ജന്ന. എന്റെ ഖബറു ശരീഫിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം അത് സ്വർഗമാണ്, അത് സ്വർഗമാണ്. ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഖബറു ശരീഫിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം അതെവിടെയാണ്? മദീനയിൽ. രണ്ടാമതൊരു സ്വർഗമുണ്ടെന്ന് പറഞ്ഞു ഭൂമി ലോകത്തിൽ. ആ സ്വർഗം ഏതാണ്? മജ്ലിസുൽ ഇൽമി റൗദത്തും മിൻ റിയാലിൽ ജന്ന. ഇൽമ പറയുന്ന മജ്ലിസ്, വിജ്ഞാനം പറയുന്ന സദസ്, അത് സ്വർഗീയ ആരാമങ്ങളിൽ പെട്ട ആരാമാണ്. സ്വർഗീയ പൂങ്കാവനങ്ങളിൽ പെട്ട പൂങ്കാവനമാണ്. ഈ സദസ്സിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ലോകത്ത് അമേരിക്കയെ പറ്റി പറയുന്ന സദസ്സല്ല, ലണ്ടനെ പറ്റി പറയുന്ന സദസ്സല്ല, ആൽബർട്ട് ഐൻസ്റ്റീനെ പറ്റി പറയുന്ന സദസ്സല്ല, ഐസക് ന്യൂട്ടനെ പറയുന്ന സദസ്സല്ല, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ പറയുന്ന സദസ്സല്ല, ജവഹർലാൽ നെഹ്റുവിനെ പറയുന്ന സദസ്സല്ല, സഹോദരങ്ങളെ അഡോൾഫ് ഹിറ്റ്ലറെ പറയുന്ന സദസ്സല്ല, ബെനിറ്റോ മുസോളിനിയെ പറയുന്ന സദസ്സല്ല. ഈ സദസ്സ് ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ. മോണിറ്റർ കൂട്ടണ്ട, മോണിറ്റർ കുറച്ച് തന്നെ ഇരിക്കട്ടെ. ഔട്ട് ഓഫ് മോണിറ്റർ കൂട്ടേ വേണ്ട. ഞാൻ ഹൈ പിച്ച് വരുമ്പോൾ നിങ്ങൾ മോണിറ്റർ കൂട്ടുന്നതിനാ. എനിക്ക് തൊട്ടാൽ അറിയാം എന്തൊക്കെ ചെയ്യാൻ. മോണിറ്റർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഔട്ട് ഓപ്പൺ ആയി പൊട്ടിയൊന്നും പോകത്തില്ല, ധൈര്യമായിട്ടിരിക്കും. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ എന്താ ദേഷ്യം ഉണ്ടായിരുന്നു? ആമീൻ പറയാത്ത അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. കണ്ടോ, ഇത് മതിയല്ലോ. നീ അത് പൊട്ടിപ്പോയാ എന്താ ആഖിറിന്റെ ശോഭത്തില്ലേ? സഹോദരങ്ങളെ, അപ്പോൾ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇമാം മുസ്ലിം നൈസാബൂരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ് സ്വഹീഹ് മുസ്ലിം, മാ സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ശൈഇൻ ഖത് ഫഖാല ലാ. മുത്തുനബി തങ്ങളോട് ആരെന്തുവെന്ന് ചോദിച്ചാലും ഇല്ല എന്ന് മുത്തുനബി തങ്ങൾ പറയാറില്ല. എന്നോട് വന്ന് ചോദിച്ചാൽ, നിങ്ങളോട് വന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിലും നിങ്ങൾ പറയും ഇല്ല, ഉണ്ടെങ്കിലും നിങ്ങൾ പറയും ഇല്ല. എന്നാൽ താജ്ദാറെ മദീന, മദീനയിലെ സുൽത്താന്റെ ചാരത്ത് വന്ന് ആരെന്ത് ചോദിച്ചാലും ഇല്ല എന്നവിടുന്ന് പറയാറില്ല. മാ സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ശൈഇൻ ഖത് ഫഖാല ലാ. ഓ के झूठ करम है
बतहा तेरा ओ क्या जूदो करम है सहे बतहा तेरा नहीं सुनता ही नहीं मांगने वाला तेरा नहीं मैं सुनता ही नहीं मांगने वाला ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون المجادلة سورة അവസാനത്തെ ആയത്താണ്. ഈ ആയത്തിറങ്ങാനുള്ള കാരണം എന്താണ്? സഹോദരങ്ങളെ, ഒരു സഹാബി വര്യൻ, ആ സഹാബി വര്യൻ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഇരിക്കുന്ന സമയത്ത് അതേ സഹാബിയുടെ പിതാവ് പുറത്തു വന്നു. അദ്ദേഹം അവിശ്വാസിയായ മനുഷ്യനാണ്. അദ്ദേഹം മുത്തനബിയെ വെല്ലുവിളിച്ചു, മുഹമ്മദേ, നിന്റെ കൂട്ടത്തിൽ ആൺപിള്ളേരുണ്ടെങ്കിൽ പറഞ്ഞുവിടെ, നീ ലാത്തയെയും മുസ്സയെയും ഖുബലയെയും മഅലയെയും തള്ളിപ്പറഞ്ഞയാളാണ്. നിന്റെ കൂട്ടത്തിൽ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ പറഞ്ഞുവിട മുഹമ്മദേ. അതാ നിന്റെ വിശ്വാസപ്രകാരം നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും പടയോട്ടം നടത്തി ഷഹീദായാൽ, ഷഹീദാകുന്നയാള്, രക്തസാക്ഷിയാകുന്നയാള് സ്വർഗത്തിലേക്ക് പോകുമെന്നാണ്. പോരാട്ടം നടത്തിയ വിശ്വാസിയായ മനുഷ്യൻ നരകത്തിലേക്ക് പോകുമെന്നാണ്. ഓ മുഹമ്മദേ, നിന്റെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ടെങ്കിൽ പറഞ്ഞു വിട്ടേരേ. എന്റെ കയ്യിൽ ഇതാ മൂർച്ചയേറിയ ഖഡ്ഗമിരിക്കുകയാണ്, വാളിരിക്കുകയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂലിനെ വെല്ലുവിളിക്കുകയാണ്. സഹോദരങ്ങളെ, പുന്നാര നബി തങ്ങൾ അന്നേരത്തെ മറുപടി ഒന്നും പറഞ്ഞില്ല. അവിടുന്ന് ഒരൊറ്റ അക്ഷരം മിണ്ടിയില്ല. മുത്തുനബിയെ അയാള് തെറി പറയുകയാണ്, ആക്ഷേപിക്കുകയാണ്, പരിഹസിക്കുകയാണ്, അവിടുത്തെ വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു സഹാബി കടന്നു വന്നു. യാ റസൂലല്ലാഹ്, എനിക്ക് അനുമതി തരുമോ നബിയേ? എനിക്ക് അനുവാദം തരുമോ നബിയേ? അയാൾ അവിടുത്തെ തെറി പറയുകയാണ്, അയാൾ അവിടുത്തെ അധിക്ഷേപിക്കുകയാണ്, അയാൾ അവിടുത്തെ ധിക്കാരത്തിന്റെ വർത്തമാനങ്ങൾ പറയുകയാണ്. എനിക്ക് അനുമതി തരുമോ നബിയേ അയാളോട് പടയോട്ടത്തിന് പോകാൻ? ഇതാരാണ് ഈ ചോദിക്കുന്നത്? സഹോദരങ്ങളെ, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തു നിന്ന് വാഗ്വാദം നടത്തുന്ന സഹാബിയുടെ മകൻ, അദ്ദേഹം മുസ്ലിമാണ്. അദ്ദേഹം അന്നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഇരിപ്പുണ്ട്. അവിടുന്നാണ് ചോദിക്കുന്നത്, ഞാൻ എന്റെ പിതാവിനോട് പടയോട്ടത്തിൽ ഇറങ്ങിട്ടയോ നബിയേ? അവിടുന്ന് എനിക്ക് പെർമിഷൻ തരുമോ നബിയേ? അന്നേരത്തെ ഹബീബായ തങ്ങളൊന്നും മിണ്ടിയില്ല, ഒരൊറ്റ പെർമിഷനും കൊടുത്തില്ല. എന്റെ ഉമ്മ, എന്റെ ഹൃദയമുള്ള നല്ലവരിൽ നല്ലവരായ ചെറുപ്പക്കാരാ, റസൂലുള്ളാഹിന്റെ മജ്‌ലിസിൽ വന്നിരുന്നിട്ട് ഖൽബിൽ കൈവച്ചിട്ട് ആലോചിക്കാൻ വേണ്ടി ഞാനൊന്ന് ചോദിച്ചോട്ടെ, നീയും റസൂലുള്ളാഹിയുമായിട്ട് എത്ര ബന്ധമാണുള്ളത്? നിനക്ക് സിനിമാ സ്റ്റാറുകളോട് ബന്ധമില്ലേ മോനെ?
ഓരോരോ ക്രിക്കറ്റ് താരങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നിന്റെ മനസ്സിന്റെ അകത്തളത്തിൽ എന്തൊരാഹ്ലാദമാണ്. ഫിലിം സ്റ്റാറുകളെ കേൾക്കുമ്പോൾ നിന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷമാണ്. ഹബീബിന്റെ പേര് കേട്ടപ്പോൾ എന്റെ സദസ്സിലുണ്ടായിരുന്ന ആരുടെയെങ്കിലും ഹൃദയത്തിൽ സന്തോഷമുണ്ടായോ? ആരുടെയെങ്കിലും ഹൃദയത്തിൽ ആഹ്ലാദമുണ്ടായോ? റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ ഖൽബിന് കുളിർമയുള്ളവരാരെങ്കിലും എന്റെ സദസ്സിലുണ്ടോ? എന്നാൽ നിങ്ങൾ വിജയിച്ച ആളുകളാണ്. ഹബീബിന്റെ പേര് കേട്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല എങ്കിൽ നമ്മൾ പരാജയപ്പെട്ട ആളുകളാണോ എന്ന് സംശയിക്കേണ്ട ആളുകളാണ്. കണ്ടില്ലേ, ഈ സ്വഹാബി വര്യന്റെ പിതാവാണ് മുത്തുനബിയെ വെല്ലുവിളിക്കുന്നത്, റസൂലുള്ളാഹിനെ ആക്ഷേപിക്കുന്നത്, അവിടുത്തെ ധിക്കാരത്തിന്റെ വർത്തമാനങ്ങൾ പറയുന്നത്. മകൻ ചോദിക്കുന്ന, യാ റസൂലല്ലാഹ്, എന്റെ പിതാവാണ് നബിയെ വെല്ലുവിളിക്കുന്നത്, എന്റെ പിതാവാണ് നബിയെ ചീത്ത വിളിക്കുന്നത്, എന്റെ പിതാവാണ് നബിയെ അവിടുത്തെ അധിക്ഷേപിക്കുന്നത്, സഹിക്കാൻ പറ്റുന്നില്ല നബിയേ, എനിക്ക് വേദനിക്കുന്ന നബിയേ, ഞാൻ എന്റെ പിതാവിനോട് പടയോട്ടം നടത്തട്ടെയോ നബിയേ, ഞാൻ എന്റെ പിതാവിനോട് പോർക്കളത്തിൽ അടരാടി പടയോട്ടം നടത്തി എന്റെ പിതാവിന് ഞാൻ അവിടുത്തെ അധിക്ഷേപിച്ചതിന് ചുട്ട മറുപടി കൊടുക്കട്ടെയോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അക്ഷരം മിണ്ടിയില്ല. ഒന്നും മിണ്ടാതിരുന്നപ്പോൾ സഹാബിക്ക് പൊറുതിമുട്ടിപ്പോയി. അരയിൽ കിടന്ന ദീർഘായകമായ വാള് വലിച്ചൂരിയിട്ട് തന്റെ പിതാവിന് നേരെ പടയോട്ടത്തിന് പുറപ്പെടുകയാ. ആരാടാ എന്റെ മുത്തുനബിയെ അധിക്ഷേപിച്ചത്? ആരാടാ എന്റെ റസൂലുള്ളാഹിനെ വെല്ലുവിളിക്കുന്നത്? ആരാടാ എന്റെ പുന്നാര നബിതങ്ങളെ ചീത്ത പറയുന്നത്? ആരാടാ എന്റെ റസൂലുള്ളാഹിന്റെ മുറ്റത്ത് വന്ന് നിന്നിട്ട് എന്റെ പുന്നാര നബിതങ്ങളെ ആക്ഷേപിച്ച് വർത്തമാനം പറയുന്നത്? അതാരായിരുന്നാലും വേണ്ടില്ലടാ, ഞാൻ അവനെ വെറുതെ വിടില്ലടാ എന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനങ്ങളോടെ അരയിൽ കിടന്ന മൂർച്ചയുള്ള വാള് വലിച്ചൂരിയിട്ട് തന്റെ പ്രിയപ്പെട്ട പിതാവിനോട് പോരാട്ടത്തിനിറങ്ങി പുറപ്പെടുകയാ. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, സഹാബിമാര് മുഴുവനും അത്ഭുത പരതന്ത്രരായി നോക്കി നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ അധിക്ഷേപിച്ച പിതാവിനെതിരെ ഒരു മകനതാ വാളൂരി പിടിച്ചു പോരാട്ടം നടത്തുകയാ. അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ പാറിപ്പറക്കുകയാ. വാൾത്തലപ്പുകളുടെ ചിൽ ചിൽ ശബ്ദങ്ങൾ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചത് പിതാവാണെന്നിരിക്കെ ആ പിതാവിനോട് പോരാട്ടം നടത്താൻ ആ സഹാബി സന്നദ്ധനായി പടയോട്ടത്തിൽ ഇറങ്ങുകയാ. അവസാനം എന്ത് സംഭവിച്ചുവെന്നറിയുമോ സഹോദരങ്ങളെ? തന്റെ വാളിന്റെ വാൾത്തലപ്പിൽ തന്റെ പിതാവിന്റെ തലയതാ ഉയർത്തിപ്പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ആ സഹാബി പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിയേ അങ്ങേക്ക് സലാം. ഹബീബിന്റെ വലത്തെ ഭാഗത്ത് വന്ന് സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ഇടത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞു കളഞ്ഞു. വാൾത്തലപ്പിൽ തന്റെ പിതാവിന്റെ തലയാണ്, വാൾത്തലപ്പിൽ തന്റെ പിതാവിന്റെ ശിരസാണ്. ആ ശിരസും കൊണ്ടുവന്നിട്ടാണ് ഇടത്തെ ഭാഗത്ത് വന്ന് നിന്ന് സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് വലത്തോട്ടും തിരിയുകയാണ്. വീണ്ടും ആ സഹാബി വലതുഭാഗത്ത് വന്നു. സലാം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി മൈൻഡ് ചെയ്യുന്നില്ല. അവിടുന്ന് ഇടത്തേക്ക് തിരിയുകയാണ്. ഈ സഹാബിയുടെ കൽവങ്ങ് വേദനിച്ചു പോയി. പടച്ചവനെ, എന്റെ റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചത് എന്റെ പിതാവാണെന്നിരിക്കെ എന്റെ മുത്തുനബിയെ എത്രയാണ് എന്റെ പിതാവ് ചീത്ത വിളിച്ചത്? എന്റെ റസൂലുള്ളാഹിനെ എത്രയാണ് എന്റെ പിതാവ് ധിക്കാരം പറഞ്ഞത്? എന്റെ റസൂലുള്ളാഹിനെ എത്രയാണ് എന്റെ പ്രിയപ്പെട്ട അപ്പ കുറ്റം പറഞ്ഞത്? എനിക്ക് സഹിച്ചില്ല. റസൂലുള്ളാഹിന്റെ പെർമിഷന് കാത്തു നിൽക്കാതെ
അല്ലാഹുവിന്റെ ഹബീബിന്റെ അനുമതിക്ക് കാത്തു നിൽക്കാതെ ഞാൻ എന്റെ പിതാവിന്റെ തലയെടുത്ത് ഹബീബിന്റെ തലത്ത് വന്നപ്പോൾ അവിടുന്ന് മുഖം തിരിച്ചു കളയുകയാണ്. സഹാബിയുടെ ഖൽബ് വേദനിച്ചു പോയി, വിഷമിച്ചു പോയി. മുത്തുനബി ചോദിച്ചു, ഞാൻ നിന്നോട് നിന്റെ പിതാവിനോട് പോരാട്ടം നടത്താൻ പെർമിഷൻ തന്നോ? ഇല്ല. എന്നെ നിന്റെ പിതാവ് ആക്ഷേപിച്ചു, ശരിയാണ്. എന്നെ നിന്റെ പിതാവ് കുറ്റം പറഞ്ഞു, ശരിയാണ്. എന്നെ നിന്റെ പിതാവ് പ്രണവൽക്കരണത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞു, ശരിയാണ്. പക്ഷേ നിന്റെ പിതാവിനോട് പോരാട്ടം നടത്താൻ ഞാൻ പെർമിഷൻ തന്നോ എന്ന അർത്ഥത്തിലാണ് പുന്നാര നബിതങ്ങൾ വലത്തോട്ട് വന്നപ്പോൾ ഇടത്തോട്ടും, ഇടതുഭാഗത്ത് വന്നപ്പോൾ വലത്തോട്ടും തിരിഞ്ഞു കളഞ്ഞത്. അപ്പോഴത്തേക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ നെറ്റിത്തടം ഉയർക്കുകയാണ്. മുഖറബുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് ഓതി കേൾപ്പിക്കുകയാണ്. പുന്നാര നബിതങ്ങളുടെ സമക്ഷത്തിൽ വന്നിട്ട് അൽ മുജാദല സൂറത്തിന്റെ അവസാനത്തെ അധ്യായം, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ അവതീർണമാകുകയാണ്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും. സുദീർഘമായ സൂറത്തിലൂടെ അല്ലാഹു പറയുകയാണ്, നബിയേ, അല്ലാഹുവോടും അല്ലാഹുവിന്റെ റസൂലിനോടും ശത്രുത പുലർത്തിയ ആളുകളില്ലയോ? അല്ലാഹുവോടും അല്ലാഹുവിന്റെ റസൂലിനോടും എതിർത്ത് നിൽക്കുന്ന ആളുകൾ, ആ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകളോട് അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സൗഹൃദം പറ്റൂല നബിയേ, സമാധാനം പറ്റൂല നബിയേ, ഐക്യം പറ്റൂല നബിയേ, സമരസപ്പെടാൻ കഴിയില്ല നബിയേ. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും എതിർക്കുന്ന ആളുകളോട്, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും മഹബ്ബത്ത് വെക്കുന്ന ആളുകൾക്ക് യോജിക്കാൻ കഴിയില്ല. പുത്തനാശയക്കാരന്റെ വാദം എന്താണ്? അല്ലാഹുവിന്റെ റസൂല് സാധാരണക്കാരനായി ജനിച്ചു, സാധാരണക്കാരനായി ജീവിച്ചു, സാധാരണക്കാരനായി മരിച്ചു എന്നാണ്. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മാതാവ് ആമിന ബീവിയെ പറ്റി പുത്തനാശയക്കാരന്റെ വിശ്വാസം എന്താണ്? ആമിന ബീവി നരകത്തിലാണ്. അബ്ദുള്ള എന്ന പിതാവിനെ പറ്റി പുത്തനാശയക്കാരന്റെ വിദേഹത്തുകാരന്റെ വിശ്വാസം എന്താണ്? അല്ലാഹുവിന്റെ റസൂലിന് ജന്മം നൽകിയ അബ്ദുള്ള റളിയല്ലാഹു അൻഹു അവിടുന്ന് നരകത്തിലാണെന്ന വിശ്വാസക്കാരനാണ് പുത്തൻവാദി, വിദേഹത്തുകാരൻ. എന്റെ ഈമാനുള്ള ഉമ്മ, എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, എന്റെ ഈമാനുള്ള പ്രിയപ്പെട്ട ഉപ്പ, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു. അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സാധാരണക്കാരനാണെന്ന് പറയുന്ന ആളുകളോട് യോജിക്കാൻ പറ്റൂല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഉപ്പ അവിടുന്ന് നരകത്തിലാണെന്ന് പറയുന്നവരോട് നമുക്ക് യോജിക്കാൻ പറ്റൂല. ഈ സ്നേഹമാണ് എന്നെ നിയന്ത്രിക്കേണ്ടത്, ഈ മഹബ്ബത്താണ് നിങ്ങളുടെ കൽബുകളിൽ വേണ്ടത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ആകാശം പടച്ചത് ആർക്കു വേണ്ടിയാണ്? അല്ലാഹു ഭൂമി സൃഷ്ടിച്ചത് ആർക്കു വേണ്ടിയാണ്? ഈ ഇരിക്കുന്ന ഈ പുൽത്തകിടിയോട് ചോദിച്ചു നോക്കൂ, ആരാണ് നിന്നെ പടയ്ക്കാൻ കാരണമെന്ന്? സഹോദരങ്ങളെ, കത്തിച്ചൊലിച്ചു നിൽക്കുന്ന സൂര്യനെയും പ്രകാശം വരുത്തുന്ന ചന്ദ്രനെയും ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന പടുകൂറ്റൻ കാർമേഘമണ്ഡലങ്ങളെയും ആകാശത്തിലൂടെ പാറിപ്പറന്നു പോകുന്ന പറവകളെയും സുബ്ഹാനല്ലാഹ് അഗാധമായ പ്രവിശാലമായ സമുദ്രത്തെയും എല്ലാം പടയ്ക്കാൻ കാരണമാരാണ്? ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അള്ളാഹു ആകാശം പടച്ചത് ആർക്കു വേണ്ടി? ഭൂമി സൃഷ്ടിച്ചത് ആർക്കു വേണ്ടി? എന്നെയും നിങ്ങളെയും അള്ളാഹു പടച്ചത് ആർക്കു വേണ്ടി? അള്ളാഹുവിന് പ്രപഞ്ചത്തിന്റെ ഒന്നിന്റെയും ആവശ്യമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഏകനാണ്, അല്ലാഹു നിരാശ്രയനാണ്, അല്ലാഹുവിന് മക്കളില്ല, അല്ലാഹു പിതാവല്ല, അല്ലാഹുവിന് തുല്യമായി ഒന്നുമേ ഇല്ല. ഇത് തൗഹീദ് പറയാൻ അല്ലാഹു കൊണ്ടുവന്ന സൂറത്തുൽ ഇഖ്ലാസ് ആണ്. പിന്നെന്തിനാണ് പ്രപഞ്ചം മുഴുവനും അല്ലാഹു പടച്ചത്?